ഏറെക്കാലം ഉണ്ടാകില്ല. ഉറപ്പിക്കാം. RSSനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന അവരുമായിട്ട് എന്ത് ചങ്ങാത്തം ആയിക്കോട്ടെ, ആ ചങ്ങാത്തം കൊള്ളാൻ പോകുന്ന ഒരാൾക്ക് കേരളത്തിലെ LDF ഭരിക്കുന്ന കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് പോകാൻ അവകാശമില്ല. ഈ പ്രതികരണത്തോടെ പ്രതിരോധത്തിലായത് CPI ആണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ ADGPയെ മാറ്റുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല. പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തി. ഇതോടെ CPI നേതൃത്വം കുഴപ്പത്തിലായി. CPMൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന CPIയുടെ നിർവാഹക സമിതി യോഗത്തിലും പൊട്ടിത്തെറിയുണ്ടായത്. CPIക്ക് പാർട്ടി സെക്രട്ടറി കൂടാതെ മറ്റു വക്താക്കൾ വേണ്ടെന്ന് ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. മുഖ്യമന്ത്രിയെയും CPMനെയും വിമർശിച്ച് പാർട്ടി മുഖപത്രത്തിൽ ലേഖനമെഴുതിയ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവിന്റെ നിലപാടിനെയും കുറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിൽ ആരോഗ്യകരമായ ചർച്ചയാണ് നടന്നിട്ടുള്ളതെന്നും പാർട്ടിയുടെ നിലപാട് ആരു പറഞ്ഞാലും പാർട്ടി നിലപാട് തന്നെ ആകുമെന്നും മന്ത്രി K രാജൻ വ്യക്തമാക്കി. ഇപ്പോൾ പാർട്ടി എടുത്ത എല്ലാ നിലപാടും ഏകകണ്ഠമായി പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരിക്കും. അത്രയേ ഉള്ളൂ. അതേസമയം CPMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശന സ്വരമുയർന്നു. PR വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി മുൻ MLA കൂടിയായ മുതിർന്ന നേതാവ് ചോദിച്ചു. വിവാദങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നതായും വിലയിരുത്തലുണ്ടായി. PR വിവാദത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി തന്നെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണമൊരുക്കി. പാർട്ടിയുടെ വിശദീകരണം അണികളിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ വേണമെന്നും ആവശ്യമുയർന്നു. ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ നടക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടി രാഷ്ട്രീയ വിശദീകരണ യോഗം കൂടിയാക്കി മാറ്റാനാണ് CPM നീക്കം നടത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.